വേണ്ട തരില്ല. എന്താ ആവശ്യം അതിന്റെ മൈൻഡ് ചെയ്യായിരുന്നത്? ഞാൻ കണ്ടില്ല എന്നെ. കണ്ണാപ്പി എന്തുണ്ട് വിശേഷം? എന്തുണ്ട് പുതിയ വള്ളിയൊക്കെ ഏതാ? ഇല്ല പുതിയ പുതിയ അജണ്ട കണ്ടായിരുന്നോ? പുതിയ അജണ്ട കണ്ടായിരുന്നു. ഇനി വള്ളിയിലെ ആവശ്യം. അങ്ങനെയാണെങ്കിലേ അങ്ങനെയാണെങ്കി ഉണ്ടോ ചന്ദ്രു? മറ്റേ ഡീലാക്കി കേട്ടോ. 500 ആകുമ്പോ 5 കോടിക്ക് വിറ്റിട്ട് 1000 ആകുമ്പോ 35 ലക്ഷത്തിന് വാങ്ങി. എങ്ങനെയുണ്ട്? നല്ല ബിസിനസ്. 500 ആകുമ്പോ 5 കോടിക്ക് വിറ്റിട്ട് 1000 ആകുമ്പോ 35 ലക്ഷത്തിന് വാങ്ങിച്ചു. അതല്ല ഇനിയിപ്പം ബാക്കി ആമ സെയിലേക്കണം. പുള്ളിക്ക് ഇനി ആമ വേണം വിളിക്കാന്ന് പറഞ്ഞിട്ടുണ്ട്. കൊടുക്കണം. ചുരുക്കി പറഞ്ഞ ഉണ്ട കച്ചവടം ആയല്ലേ? സത്യം. നിന്നെ കണ്ടിട്ട് കച്ചവടം പോലും ചെയ്യാനുള്ളതായിട്ട് തോന്നല്ല അണ്ണാപ്പി. അത് കൊള്ളല്ലോ താഴെ കിടക്കുന്ന ചീഞ്ഞ്. അയ്യോ എടാ ഈ താഴെ ഇട്ടോണ്ട് കിടക്കണ 5 വർഷമായിട്ട് പറയണേ. ചന്ദ്ര നെവർ മൈൻഡ് ചന്ദ്ര, വന്നല്ലേ ഉള്ളൂടാ, കൊടുക്കാം. ഈ ചിരി ഞാൻ വായിക്കോടാ, ഈ ചിരി. വാ എടാ കൊണ്ടുവന്നോ? എടാ കൊണ്ടുവന്നോ? എവിടെ ഇതിനുള്ളത് അവൻ എണ്ണി കൊടുക്ക. ഞാൻ കണ്ണാപ്പി കൊടുക്കൂല. ഇനിയുള്ള എല്ലാ ചന്ദ്രന് മാത്രം. ഞാൻ 20 ലക്ഷത്തിന് വാങ്ങിയുള്ളൂ. ആണോ? ഞാൻ ഇപ്പൊ 500 ആകുമ്പോ 5 കോടിക്ക് വിറ്റ്. അത്രേ ഉള്ളൂ. ഞാൻ ഇതൊന്ന് സേവ് ചെയ്ത് വെച്ചിട്ട് വരാം. കണ്ണാപ്പിക്ക് പയ്യെ അവ എന്റെ കൂട്ടിലെ കോഴി എനിക്ക് എന്നും കിട്ടും. അതവിടെ കിടക്കും, സീനില്ല. ഇതിന്റെ ഇടയിൽ കൂടെ തന്നെ ഓട്ടിക്കണം. ഞാനേ വന്ന് കയറിയ ദിവസം ആരും ഒന്നും പറയണ്ടെന്ന് വിചാരിച്ചാണ്, മനസ്സിലായില്ലേ? പക്ഷെ ചന്ദ്രന് ചെറിയ ചില്ലറ കുഴപ്പമില്ല. അപ്പൊ ചന്ദ്രനൊന്ന് വളഞ്ഞിട്ട് കൊടുക്കണം. ഊക്കൊണ്ടി എടുക്കേണ്ടി വരും. ഇപ്പൊ വേണ്ട, ഇപ്പൊ മുതുക്കിലെ സീരൊന്ന് ഒതുങ്ങിയിട്ട് നീ ആ ഊക്കൊണ്ടി ഒന്ന് വെളിയിലെടുക്കണം. ചന്ദ്രനെ കൊണ്ട് പോണം. ഒരു റൗണ്ട് കറങ്ങി തിരിച്ചു വരണവരെ മതി. ഓക്കെ. ആടുന്നുണ്ട് വീരപ്പന്റെ ചെമ്പഴുക്ക. മറ്റേ പറഞ്ഞോട്ടെ കണ്ണാപ്പി. പാണ്ടിക്കാരും അല്ല പാണ്ടിക്കാരും അതല്ലടാ മറ്റേ പാണ്ടിക്കരിമ്പാറ പോലെ പാണ്ടിക്കരിമ്പാറല്ലേ പറയുള്ളൂ, ബാക്കി പറഞ്ഞില്ലേ? ചന്ദ്രൻ ഏതോ കേട്ട് പരിചയമുള്ള തീട്ടത്തിന്റെ ശബ്ദമല്ലേടാ? ചർദിലല്ലാതെ ഒന്നും വരാത്തൊരു സൗണ്ടല്ലേടാ അത്? നിന്റെ മുഖത്ത് സ്റ്റക്കിട്ടുള്ളടാ. കടിച്ചു തടന്നോളൂ നിന്റെ വീരപ്പനെ. നിന്റെ വീരപ്പ ഒരു മാമന്റെ കൊട്ട കടിച്ചോണ്ട് പോയിട്ടുണ്ട്. ചെന്ന് പിടിയവനെ. നിന്റെ വീരപ്പനെ ഒരു കൊട്ട കടിച്ചോണ്ട് ഓടിയിട്ടുണ്ട്. നമ്മൾ തമ്മിലല്ലേ സംസാരിച്ചേ? ഇതാക്കുന്നേ ഇതാരും നമ്മൾ തമ്മിലല്ലേ സംസാരിച്ചേ? നമ്മൾ തമ്മിലല്ലേ സംസാരിച്ചേ? എന്തേലും പിന്നെ
ഇന്ന് വേണ്ടെന്ന് പറഞ്ഞിരിക്കാനടാ, ഇന്ന് വേണ്ട. ഓക്കെ ഓക്കെ കണ്ണാപ്പി കണ്ണാപ്പിക്ക് തന്നെ പാണ്ടി കരിമ്പറ കൊലയാടി മോനിക്ക് പിയും എമ്മിനും വേറൊരു സാധനം ഇട്ട് ഇറക്കിയല്ലോ അങ്ങോട്ട്. ഇല്ല മോനെ ചേർത്തുള്ള എന്തിനു വിളിച്ചാലും അതാണ് മോന് വേണ്ട, വേറെന്തെങ്കിലും പട്ടിയുടെ മോനെ എന്തിനു മോനെ എന്ന് വിളിച്ചാലും ഇവിടെ ബാനാണ്. ഈയിടയ്ക്ക് ഈച്ചയുടെ മോനെ പൂച്ചയുടെ മോൻ, പൂച്ചയുടെ മോനെ എന്ന് വിളിച്ചാണ് മറ്റേ റിക്രൂട്ട്മെന്റ് എടുത്ത വില്ലിയല്ല മോളെ അതും ഭാവിച്ചേ ഈ ശൈലജാറട്ടി AFK ആയിരുന്നേ. ഇവളിത് അറിഞ്ഞ പോലില്ല. ഞാൻ ലൈവിൽ എടുത്തിട്ട് മനസ്സിലായ ഇതൊക്കെ 2-3 വട്ടമൊക്കെ പറഞ്ഞു. അവള് അത് വെച്ചങ്ങ് വലിച്ചു. ഞാൻ അറിഞ്ഞ ഇതൊക്കെ അവള് വലിക്കുന്ന്. നമ്മള് തമാശയായിട്ട് പറയുന്നല്ലേ. അതല്ലേ വലിക്കുന്നല്ല, അവനെ കൂടെ എടുക്കുന്നു. ബാബുച്ചേട്ടൻ നമ്മളെ വിളിക്കുന്നതാ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ചന്ദ്ര. അതിലെ ഒരു സൗണ്ട് ഇടാൻ വേണ്ടി ഇത് മറ്റേ ചന്തിന്ന് മാത്രം ഇറങ്ങിയ ഒരു സാധനം ഉണ്ടല്ലോ, മുട്ട, അവനാണ് അത്? ആ ഒരു സൗണ്ട് ഇട്ടതാണാ? അല്ല എനിക്കൊരു നല്ല സംശയം ഉണ്ട് കേട്ടോ, അവനാണെന്ന്. എടാ കൊണ അടിച്ചോണ്ടിരുന്നപ്പോ അതുപോലത്തെ ഒരു കെട്ട ശബ്ദം കേട്ട്. ശബ്ദം ഇല്ല മറ്റേ കോഴിയും ചന്തി എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, മുട്ട. മുട്ട അവനാ? ആണാ? അവനാണ് എനിക്കറിഞ്ഞൂടാ. വേറെ തള്ളച്ചില്ലേ കൊഴല് കൊലച്ചി ഓ എല്ലാം ഉടനെ ഒരു ശത്രുവിന്റെ മൂത്രോ നാരോ പറയണോ ഇതൊക്കെ കൊണ്ട് ഗ്രൂപ്പിൽ കേട്ട ചിരിയോടാ. നീ കണ്ടില്ലായിരുന്നോ ഗ്രൂപ്പില്? ഒരു താരോട് ഞാൻ കാണിച്ചു തരാം. ആടുന്നുണ്ടേ പാട്ടൊന്ന് പാടുന്നുണ്ട് അവിടെ നിന്ന് പാട്ട് പറഞ്ഞു. ഈ പാട്ട് സത്യം പറഞ്ഞാ എല്ലാ കഴിവുകളുടെ മക്കൾക്ക് അടിച്ചാ മതി. ഒരുത്തം പോലും ഈ ഏരിയയിൽ ഉണ്ടോ നോക്ക്? ഒരുത്തം പോലും ഇല്ല. എന്തൊരു ചെറുക്കം വരാൻ മാറിയോ എന്നാ അങ്ങോട്ട് കുനിഞ്ഞിരി. എന്തൊരു കഴപ്പാന്നു. ഞാൻ വന്നല്ലേ ഉള്ളു, ഞാനൊന്നും വാങ്ങുന്നില്ല. ഒന്ന് സൂക്ഷിച്ചും കണ്ട് നിന്നിട്ട് നാളെ നമുക്ക് പെൺവേഷം കെട്ടി വന്നില്ലേ? ശല്യം ചതുരൊക്കെ ഒരു കില്ലാടി അപ്പൂസ്. ഓ വല്ല പ്രശ്നം ഇന്നല്ല ഇത് സരക്കിനെ കണ്ടുപിടിച്ചു. ബാബുശേട്ടി വെക്കേഷൻ തുടങ്ങിയപ്പോഴത്തേക്ക് ഈ 10ാം ക്ലാസ് ജയിച്ചു കൊടുത്ത പിള്ളേർക്ക് എല്ലാം പിടിച്ച് PC മേടിച്ചു കൊടുത്ത് 10 കഴിഞ്ഞ കമ്പ്യൂട്ടർ സയൻസ് എടുക്കുമെന്നും പറഞ്ഞിട്ട് എല്ലാത്തിനും കമ്പ്യൂട്ടർ മേടിച്ചെടുത്ത്. ഇപ്പൊ ഇതാണ് നമ്മുടെ ശല്യം ബാബുശേട്ടി, ഏറ്റവും വലിയ ശല്യം. പിന്നെ ഏറ്റവും വലിയ ഗുണമെന്ന് വെച്ചാല് ഈ വിളിച്ചവൻ SMG കോലീഡറാണ്. അതൊക്കെ സഹിക്കാൻ പറ്റാത്തത്. കമ്പ്യൂട്ടർ കിട്ടുന്ന കുഴപ്പമില്ല, വന്ന കയറിയുണ്ട് ലീഡറും കോലീഡറും. നമ്മളെ ലീഡർ കണ്ട മുലുക്കുമാരും. ഓ സത്യല്ലേ? അവിടുത്തെ കോലീഡർ ഇസാൻ ഇസു എന്ന് പറഞ്ഞ കൊച്ചിറക്കം വന്ന് അവരൊക്കെ അവനാണ് ലീഡർ. ഇപ്പൊ SMG കണ്ണമ്മനെ നീ നമ്മളൂടെ കേറുമ്പോ നീ ഇതുപോലെ 10 ജയിച്ചു വന്നൊരു കൊച്ചിൻ നിറക്കാനായിരുന്നേ. ഞാൻ പ്ലസ് ടു ആയിരുന്നു. അതെങ്ങനാ നിന്റെ ബുദ്ധി വളർച്ച നമുക്ക് മനസ്സിലാവണ്ടേ? എവിടെ തുടങ്ങിയ അതുപോലെ ഇരിക്കണം ഇപ്പോഴും. ഞാൻ സ്റ്റിൽ യങ്ങല്ലേ ബാബുജെ? ഓ നിന്റെ ചില്ലറ കഴപ്പൊന്നുമല്ല ഈ പ്രായത്തില് കേട്ടാ. എനിക്ക് ഒറ്റയടിക്ക് 3-4 സീൻ ഓർമ്മ. എന്തിനൊക്കെ ബാബുജെ എന്നെ പല കണ്ണുകളിലാണ് ബാബുച്ചിട്ട് കാണുന്നത്. നീ എന്തൊക്കെ ഓർഡർ തന്നിട്ടുണ്ട് അറിയാടാ കണ്ണാപ്പി? ചന്ദ്രൻ ആ ജയിലിൽ വെച്ചെന്ന വണ്ടി അതൊക്കെ അല്ലേ? അതോ ബാനോ? എന്തൊക്കെ പക്ഷേ ബാബുഷേ മറ്റേ വലിയൊരു ഓർമ്മ വന്നിട്ട് പണ്ട് നിങ്ങൾക്ക് ആർക്കും സിറ്റി കയറാൻ പറ്റാതെ ഞാൻ ഒരു പയ്യനായിട്ട് ചൊറിഞ്ഞ് മുട്ട വിഷയം ഓർമ്മയുണ്ടോ? ഓർമ്മയില്ല, ഒന്ന് ഓർത്ത് നോക്ക്. വിഷമായി അത്. സോറി പറയടാ, ഒന്ന് സോറി പറയടാ. ഓർമ്മയില്ലേ? ഇപ്പൊ ഓർമ്മയില്ലേ? സോറി പറ. നമ്മളെന്തൊരു കമ്പനിയായിരുന്നു. രായം ഓർമ്മ ഉണ്ടോ? രായം
ഇറങ്ങിപ്പോടാ ഗ്യാങ് ഹൗസിൽ നിന്ന് ഇറങ്ങിപ്പോടാ. ഓ, ഹ. അയ്യോ അയ്യടെ ആലോചിക്കാൻ അതൊക്കെ ഒരു കാലല്ലേ. എടാ അതൊക്കെ എപ്പോഴും നിന്റെ ഗ്യാങ് ഹൗസിൽ നിന്ന് എന്നെ ഇറങ്ങി പോകാൻ പറയാൻ നീ ആരടാന്ന് എന്താ ചോദ്യമായിരുന്നു അതൊക്കെ. അയ്യോ അത് എന്തിനായിരുന്നല്ലേ ബാബു ചേട്ടൻ. ഇതൊന്നും അല്ലടാ എടാ, ഞാനും അണ്ണും മൊലാലിയും കീരിയും കൂടെ ഒരുത്തന്നെ ഒരു റൂം വീട്ട് തള്ളക്ക് വിളിച്ചു കേട്ടാ. ഒരു 3 വർഷം പോലെ ഏത് റൂമില് കഴിയുമ്പോൾ ഓർമ്മ ഉണ്ടടാ അത്. ഇല്ലില്ല ഇല്ലില്ല ഞാൻ മറന്നു കേട്ടാ. എടാ അണ്ണ ഇവനെ വിളിച്ച ചെറിയ നിനക്ക് ഓർമ്മ വേണം. ഞാൻ റിപ്പോർട്ട് ചെയ്താ എനിക്ക് ഓർമ്മയില്ല. ഇല്ല എന്നെ അല്ല തെറി വിളിച്ച മറ്റവനെ വിളിച്ചത്. അല്ല വിളിച്ചത് പുള്ള അമ്മയ്ക്കായിരുന്നു ഇവന്റെ. അല്ലല്ല എന്നെ അല്ല കടുവേനെ വിളിച്ച കടുവ. ചന്ദ്രനുണ്ടായിരുന്നു അന്ന് ബാബുശേൻ. ഇല്ല ചന്ദ്രൻ വേറെ ഗ്യാങ് ആയിരുന്നു. ചന്ദ്രൻ ഉണ്ണി കൊണ്ട് ചന്ദ്രൻ ഒരു ഗ്യാങ് ആയിരുന്നു. നമ്മളാ മുതുക്കി എന്ന് പറയുമ്പോ നമ്മുടെ ആ മൈൻഡ് അങ്ങ് മാറണണ്ടാ. സത്യമാടാ. ഭയങ്കര കാം മൈൻഡ് അല്ലേ ഇപ്പം. സത്യം കാം മൈൻഡ് കഞ്ചാവ് വലിച്ച് നിക്കണ കാം മൈൻഡ്. ഭയങ്കര അൾട്ടർനൽ ഡ്രസ്സാണ് ഭയങ്കരമായിട്ട് അല്ലേ. കഴപ്പ് തന്നെ കയറിക്കൊണ്ടിരിക്കും. പക്ഷെ എനിക്ക് ഓപ്പോസിറ്റ് ആണ് ചന്ദ്രൻ. എനിക്ക് മുതി പോകുമ്പോഴാണ് പ്രശ്നം. അതന്നെ ഞാൻ പറഞ്ഞു അവിടെ പോകുമ്പോഴാണ് ആ സാധനം എന്ന് പറഞ്ഞു അണ്ടർ നാനി എപ്പോഴും അതല്ലേ ഓർമ്മ വരും ആവശ്യം. അണ്ടർ എന്തിന് എന്തിന് അണ്ടർലാന്ന് പറഞ്ഞ ചന്ദ്രൻ. അല്ല തമാശ എവിടെ എവിടെ അത് തമാശയൊന്നുമില്ല. ഒയ്യോ നീ മാത്രം തമാശ കണ്ടുപിടിക്കോളാം അണ്ണാബി. മുഖത്ത് കുമ്പോ ഇതെന്താ താഴെ തന്നെ കിടക്കണത്.